എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു സ്പെഷ്യൽ മത്തങ്ങ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. കാന്താരി മുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും ഒക്കെ നല്ലൊരു ഫ്ലേവറാണ് ഈ മെഴുക്ക് പുരട്ടിയെ സ്പെഷ്യലാക്കുന്നത്. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ആദ്യം മത്തങ്ങ വൃത്തിയാക്കി ചെറിയ ചതുര കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും കുറച്ച് ഉപ്പും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് വെന്ത് കുഴയരുത്, ഒരു 1/4 ഭാഗത്തോളം വേവേ ആകാവൂ. മത്തങ്ങ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കണം. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കാന്താരി മുളകൊക്കെ ഒന്ന് ചതച്ചെടുക്കാം. മിക്സിയിലിട്ട് ചതയ്ക്കാതെ ഇതുപോലെ ഒരു ഇടികല്ലിൽ ചതച്ചെടുക്കുന്നതാണ് നല്ലത്. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത്, അതുകൊണ്ടാണ് ഇടികല്ലിലിട്ട് ചതച്ചെടുക്കാൻ പറയുന്നത്. കറിവേപ്പില മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇതുപോലെ ആയിരിക്കണം ചതച്ചെടുക്കേണ്ടത്. ഈ സമയം കൊണ്ട് മത്തങ്ങയൊക്കെ വെന്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ടാവും. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നേരത്തെ ചതച്ച് വെച്ച കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയുടെയും ഉള്ളിയുടെയും ഒക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം. ഇതുപോലെ ഒന്ന് കളറൊക്കെ ചേഞ്ച് ആകുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ച മത്തങ്ങ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. മസാലയൊക്കെ മത്തങ്ങയിൽ പിടിക്കുന്നത് വരെ ഒരു 1-2 മിനിറ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 1-2 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ നല്ലൊരു മണമാണ്. കാന്താരി മുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും ചെറുള്ളിയുടെയൊക്കെ നല്ലൊരു മണമാണ് ഇതിന് വരുന്നത്. കാന്താരിയുടെ എരിവും മത്തങ്ങയുടെ മധുരവും ഒക്കെ ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണിത് ചോറിനൊപ്പം കഴിക്കാനായിട്ട്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.